ഹായ്, സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ മുമ്പൊക്കെ ഉണക്കമത്തി അല്ലെ ഉണക്കമീൻ ചമ്മന്തിപ്പൊടിപ്പ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആദ്യം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് പച്ചമത്തി ഈ തോരൻ പോലെ ചമ്മന്തി ആക്കുന്ന വിധം. അതിനായിട്ട് ഞാനിതാ കുറച്ച് പച്ചമത്തി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി വരും. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുക്കാൻ ആവശ്യമായ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ മീനെല്ലാം എടുത്ത് വെക്കാം. ഇതങ്ങനെ ഒരുപാട് മൊരിഞ്ഞ് ഫ്രൈ ആവണ്ട, നമ്മൾ കുറച്ചൊരു വെന്ത് വന്നാൽ മതി. നമുക്ക് ഇതിൻ്റെ മുള്ളെല്ലാം നീക്കം ചെയ്യണ്ടല്ലേ. അപ്പോൾ ഇത് ഒന്ന് മൊരിഞ്ഞ് ചേർക്കാം. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഒന്ന് മുരിഞ്ഞ് ചേർക്കാം. ഇതിപ്പം കണ്ടോ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കണ്ടോ ഈ മുള്ളെല്ലാം വാലിൽ നിന്ന് വേർതിരിക്കുന്നുണ്ടോ. മുള്ളിൻ്റെ മേലേന്ന് മീൻ ഇങ്ങനെ തെളിഞ്ഞ് വന്നാൽ നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലവണ്ണം തണുത്ത് വരണം. അന്നേരം നമുക്കതിൻ്റെ മുള്ള് കൃത്യമായി നീക്കം ചെയ്യാനാവുള്ളൂ. ഞാനിത് ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിൽ തന്നെ കുറച്ച് മുളക് പൊടി ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ വറുക്കാതെ തന്നെ ഇടാം, എന്നാലും ഞാനിത് ഇന്ന് ചൂടാക്കി എടുത്തിട്ടാണ് മുളക് പൊടി ഇടുന്നത്. അത് എരിവിനനുസരിച്ചിട്ട് ഇടാം. ഞാനിപ്പോൾ ഈ സ്പൂണിന് ചെറിയ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെല്ലെ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കാം. ഇത് കണ്ടോ ആ മുള്ളെല്ലാം കളഞ്ഞ് അതിൻ്റെ മുള്ള് മാറ്റിയിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അധികം മൊരിഞ്ഞാൽ ഇത് പൊളിച്ച് എടുക്കുമ്പോൾ ഇതാവും. അതുകൊണ്ട് ഞാൻ അതെല്ലാം മുള്ള് നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നേരിട്ട് പൊട്ടിച്ചുപാട് എടുത്താലാണ് നല്ല തരിതരിയായി കിട്ടില്ല. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ വെള്ളമെല്ലാം ഒരു ഉണങ്ങിയ പോലെ ആവില്ലേ, അങ്ങനത്തെ തേങ്ങയാണ് നല്ലത്. അതിനായിട്ട് ഞാനിത് ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. കൂടുതൽ ഇഞ്ചി വേണ്ട, എന്താ വെച്ചാൽ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് അങ്ങനെ മുമ്പിൽ നിൽക്കണ്ട. ഒരു വതിർപ്പ് കരിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ ചൂടാക്കിയ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഓരോരാൾക്കും എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കുണ്ടല്ലോ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ മീൻ ഇട്ടില്ലെങ്കിലും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ അതേപോലെ തന്നെ മീൻ വറക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കില്ലേ ഈ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറ എടുത്തു പോയി, കുറച്ച് വലിയ ജാറ് വേണം. നമുക്കിതൊന്ന് ഇതാക്കുക. കൂടുതൽ അരയണ്ട, ഒന്ന് ചമ്മന്തി ആക്കിയിട്ട് വരാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കും. കടുക് പൊട്ടിത്തീരാറായി. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള്
കുരുമുളക് ചതച്ചതാണ്, ഒരു നുള്ളിൽ കുറച്ച് എടുത്തത്. പിന്നെ നമുക്ക് ഒരു കതിർപ്പ് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ എടുത്ത് വെച്ച ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഇത് കണ്ടോ, ഇത് നല്ല ആയി വന്നിട്ടുണ്ട്. നല്ല കണ്ടോ, അതിനൊക്കെ ചൂടെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഫ്ലെയിം ഓഫാക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിന് ഇതിന് ഒരു ഡെക്കറേഷനും കൂടി ചെയ്താൽ നല്ല അടിപൊളി മത്തി ചമ്മന്തിപ്പൊടി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട്. മീനിൻ്റെ ടേസ്റ്റ് നല്ല മുന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്കെല്ലാം മത്തി കൊടുക്കുമ്പം അധികം ഇഷ്ടപ്പെടില്ല, കാരണം അതിൽ നല്ല മുള്ളല്ലേ. അപ്പോൾ മുള്ളെല്ലാം നീക്കി ഇതുപോലെ ആക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയൊരു വിഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.